അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വെള്ളിയാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഉച്ചയ്ക്കൊരു ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ റൂം ക്ലീനിങ്ങും അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീർത്ത് വെക്കലാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഡ്രസ്സെല്ലാം ഒന്ന് ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് മടക്കി വെക്കലാണ് കേട്ടോ. ഇതിപ്പോൾ കയ്യോടെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ 1-2 ദിവസത്തേക്ക് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടാവും, അപ്പോൾ പിന്നെ മടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചാകുമ്പം തന്നെ മിക്ക സമയങ്ങളിലും കുറച്ചാകുമ്പം തന്നെ മടക്കി വെക്കാൻ നോക്കലുണ്ട്. കുന്നുകൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കലാണ്. പിന്നെ ഇതാ ഷെൽഫിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സെല്ലാം ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ അവിടെ ഇവിടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന സംഭവം അതൊന്നും വേണ്ട, നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനൊരു സെക്ഷൻ കൊടുത്തിട്ടാണ് ഉള്ളത്. പിന്നെ നമ്മൾ സ്ലൈഡിങ് ഡോറാണ് ഷെൽഫിന് കൊടുത്തത്. പിന്നെ മേലെ വരെ സ്റ്റോറേജ് ഉണ്ട്, നമുക്ക് ബ്ലാങ്കറ്റ് സാധനങ്ങളൊക്കെ നല്ല ഹൈറ്റ് വരെ കൊടുത്തോണ്ട് അതിൽ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കബേർഡൊക്കെ ചെയ്യിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മളിങ്ങനെ ലോങ് ആയിട്ടുള്ള അബായ കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്ഷൻ, ഷർട്ട് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്നതാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ല, ചെറിയ രീതിയിൽ റൂം ക്ലീനിങ് ആണ്. എന്താ പറയുക, ഭയങ്കര എന്താ പറയുക ഡീപ്പ് ക്ലീൻ ഒന്നല്ല, ചെറിയ രീതിയിൽ കേട്ടോ. പിന്നെ പൊടിയൊക്കെ നമ്മളിപ്പോൾ എത്ര തട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് പൊടി കയറും. പിന്നെ ഇതാ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കലാണ്. ഇതുപോലത്തെ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഞാൻ ഈ ഡൈസിൻ്റെ വാക്വം ക്ലീനർ വെച്ചിട്ടാണ് ക്ലീനാക്കി എടുക്കുന്നത്. നമ്മൾ മാക്സിമം വീടെല്ലാം എടുക്കുമ്പോൾ ഇതുപോലത്തെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എടുക്കാട്ടോ. കാരണം ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കച്ചറ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് പണിയാണ്. അതുപോലെ തന്നെ നമ്മൾ സീലിംഗ് ഒക്കെ ആക്കുന്ന സമയത്ത് നല്ല പ്ലെയിൻ സീലിംഗ് ആക്കി കഴിഞ്ഞാലും പണിയും എന്താ നമുക്ക് ക്ലീനാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ബോക്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ പൊടി പിടിച്ച് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആക്കി ചെയ്യാമെന്നെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിങ്ങനെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഇപ്പം ഈ ഒരു ചെസ്റ്റ് ഡ്രോയറും അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. ഇതിൻ്റെ മേലെ വെച്ച ഷീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ക്ലീൻ ചെയ്തെടുക്കലാണ്. നമുക്ക് ബെഡ്റൂമിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പേപ്പേഴ്സ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ ബെഡ്റൂമിൽ ഈ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ എത്ര നമ്മൾ ഒതുക്കി വെച്ചാലും നിറഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം ഡെയിലി നമ്മൾ വലിക്കും പിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമാണല്ലോ. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കലാണ്. ഓരോ സാധനങ്ങളും ഓരോ സെക്ഷനും ഓരോന്നും എടുത്തിട്ട് അങ്ങനെ ക്ലീനാക്കി വെക്കലാണ്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ എൻ്റെ വാച്ച്, അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന വളയും റിങ്ങും കാര്യങ്ങളൊക്കെ വെക്കൽ ഈ ഒരു ചെറിയൊരു ബോക്സിലാണ്. ഇനി ഇതാ ബാക്കിയുള്ള ഫാൻസി ഐറ്റംസിലും ഇതുപോലത്തെ ഓർഗനൈസറിലാണ് കേട്ടോ വെക്കൽ. ഇതൊക്കെ മുന്നേ വാങ്ങിയതാണ്, ഇതെല്ലാം ഒന്ന് മാറ്റണമെന്നുണ്ട്. പിന്നെ മുന്നേ നമ്മളിപ്പം എന്താ പറയുക സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫാൻസി ഐറ്റംസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന അങ്ങനെയൊക്കെ വാങ്ങും. പിന്നെ ഒരു പ്രായമായ സമയത്ത് പിന്നെ അതിനോടുള്ളൊരു ആഗ്രഹം എല്ലാം വിട്ട്, കാരണം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യാണ്ട് എന്തിനാണ് വാങ്ങിക്കുന്നതെന്നുള്ള രീതിയിൽ പിന്നെ അങ്ങനെ വാങ്ങിക്കലൊന്നുമില്ല. മൊത്തത്തിലൊരു മടി പിടിച്ച പോലെയാണ്. പക്ഷെ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും കുറച്ച് ഇഷ്ടമല്ല എന്നിട്ട് ഇങ്ങനത്തെ കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പം ഇതുപോലെ ഹാങ്ങിങ്ങുള്ള കമ്മൽ, അതുപോലെ തന്നെ വളയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് അടുത്ത കാലത്തായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചതല്ലോ ആണിത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് റൂം ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കലാണ് കേട്ടോ.
റൂമിൽ മുഴുവനായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വിരിക്കാമെന്ന് വെച്ചാൽ, കാരണം ഇന്നും നിന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ റെഡി ആകാൻ വേണ്ടി ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ഇതാ ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെടുക്കലാന്ന്. ഇന്നിപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ബീഫ് ബിരിയാണി ആക്കുന്നുണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാവരും ബീഫ് ബിരിയാണി കഴിക്കില്ല, അപ്പം കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്കുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിനാവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ക്ലീനാക്കി എടുക്കലാന്ന്. ഞാനിപ്പം കുറച്ചധികം തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ഒരു ഫുഡ് പ്രോസസ്സർ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ മെഷീനിൽ വീട്ടിലുണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് മടിയാണ് എടുക്കാൻ വേണ്ടി, ഇത് ക്ലീൻ ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണി ഒരുപാട് എളുപ്പമാണ്. ഇതിപ്പോൾ ഇത്രയും ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. ഈ ഒരു ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനും അടിപൊളിയാണ് കേട്ടോ, വലിയ കോംപ്ലിക്കേഷൻ പരിപാടിയൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ഉള്ളി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എത്ര ടൈം എടുക്കും, ഇത് ഭയങ്കര എളുപ്പത്തിലായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എളുപ്പമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ആദ്യം തന്നെ ബിരിയാണിക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അപ്പം ആദ്യം ബീഫ് ബിരിയാണീൻ്റെ ബീഫ് മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതാ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊന്ന് മുഴുവനായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു എന്താ പറയുക, ഒരു 8-10 ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒരു 2 ബൾബ് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, പിന്നെ ഒരു 7-8 തക്കാളിയും. അത് വലുപ്പത്തിനനുസരിച്ചിട്ട് അതിൻ്റെ എണ്ണത്തിൻ്റെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് ഇത്ര ഐറ്റംസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതാ ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ പോയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് ബീഫിൽ കുക്കായിട്ട് വരും. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാം. പിന്നെ ഇതാ ഗരം മസാല ലാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ബീഫ് മസാലയിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇന്നും ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ളതൊന്ന് ഞാൻ പൊടിച്ചെടുക്കലാണ്. നമ്മളിതുപോലെ ബയ്യാറിൻ്റെ ഈ ഒരു ഗരം മസാലൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കലാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഈ ഒരു പണിയും കൂടെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ ബിരിയാണി ആക്കാനുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ബിരിയാണിയും കൂടി ആക്കി വരുമ്പോഴത്തേക്ക് ലാസ്റ്റ് ടൈം കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും പള്ളിയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ ആവുന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ ബിരിയാണിക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. അത് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സെയിം തന്നെയാണ്. കുറച്ച് എന്താ പറയുക, ചിക്കൻ ബിരിയാണി കുറച്ച് കുറവായിട്ടേ വെക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിയിലൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക.
അപ്പം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇല്ലേ, അതിൻ്റെ ഓയിലടക്കം തന്നെ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഗരം മസാല, ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കുക. തൈരൊക്കെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ, അപ്പോഴത്തേക്ക് ചിക്കന് കുക്കായി കിട്ടും. അപ്പോൾ അതൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് ബിരിയാണിക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ ഒന്ന് അളന്നെടുക്കലാണ് കേട്ടോ. ഞാൻ 2 ബിരിയാണിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചോറുണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 5 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അളന്നെടുക്കലാണ്. ഞാനിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് അഷ്റഫ് അരിയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പം ഇതാ 5 കപ്പ് അരി ഒന്ന് അളന്ന് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി 2.5 കപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്കുള്ള അരിയും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ട് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ആദ്യം ഇതാ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയും നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എന്താ പറയുക ഒന്ന് ഫ്രൈ ആയതിനു ശേഷം മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെയാണ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിക്കുള്ള നെയ്ച്ചോറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ബീഫ് ബിരിയാണീൻ്റെതും ഉണ്ടാക്കുന്നുണ്ട്. സെയിം പോലെ തന്നെയാണ് കേട്ടോ. ബീഫ് ബിരിയാണിക്ക് 5 കപ്പ് എടുത്തിന്, പിന്നെ 1 കപ്പ് അരിക്ക് ഒരു 1.25 വെള്ളം, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ബിരിയാണിക്ക് എടുക്കൽ. നെയ്ച്ചോറിനാകുമ്പം 1 കപ്പിന് 2 കപ്പ് വെള്ളം, അങ്ങനെയാണ് കേട്ടോ എടുക്കൽ. അപ്പം അതൊന്ന് റെഡിയാക്കി എടുക്കലാണ്. റൈസും കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ ബിരിയാണീൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മാക്കി എടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് നെയ്ച്ചോറൊന്ന് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് നടുക്കായിട്ട് ഈ ഒരു റൈസിൻ്റെ മേലായിട്ട് കുറച്ച് ഗരം മസാലയും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് ദമ്മാക്കി എടുക്കുന്നത്. പിന്നെ മേലെ വീണ്ടും കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റൊക്കെ ദമ്മാക്കി എടുക്കുക. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബീഫിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസൊക്കെ റെഡി ആയതിനു ശേഷം സെയിം അതേ രീതിയിൽ തന്നെ ഇതും ദമ്മാക്കി എടുക്കലാണ്. ഇത് കാണുന്നത്ര ഒരു എളുപ്പമല്ല, കാരണം 2 ബിരിയാണിയും കൂടെ ആവലും വീഡിയോ എടുക്കലെല്ലാം ആകുമ്പോഴത്തേക്ക് കുറച്ചധികം ടൈമും ഞാൻ മനസ്സിലായി ടൈം ആയിട്ടുണ്ടായിനി. എങ്ങനെയല്ലോ എന്താ പറയുക സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ആയിട്ടുണ്ടായിനി. അപ്പോൾ 2 ബിരിയാണിയും ദമ്മാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫ്രൈഡേ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണീൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുന്നത്തെ ഏതെല്ലോ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കൂടി വിളമ്പിയിട്ട് ഫുഡെല്ലാം കഴിക്കലാണ്. അപ്പോൾ 2 റെസിപ്പിയും ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ ബിരിയാണിയിലും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ. ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോസും വ്ളോഗും കാര്യങ്ങളെല്ലാം ആയിട്ട് കാണുക. അതുവരേക്കും ബൈ.